ചെന്നൈ നഗരത്തിൽ നിന്നും 60 കിലോമീറ്റർ തെക്കുമാറിയുള്ള മഹാബലിപുരത്തെ പുരാതന ക്ഷേത്രങ്ങളിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ്. ഇവിടുത്തെ അർജുനാസ് പെനൻസ് എന്ന റിലീഫ് ശില്പവും പാതി പൂർത്തിയായ ക്ഷേത്രങ്ങളുമൊക്കെ കണ്ടുകൊണ്ടാണ് നടത്തം. അതിഗംഭീരമായ നിർമ്മിതികളാണ്. 1400 വർഷങ്ങൾക്ക് മുൻപ് പല്ലവ കാലഘട്ടത്തിൽ നിർമ്മിച്ച ശില്പങ്ങൾ. ഇതാണ് അർജുനാസ് പെനൻസ് എന്നറിയപ്പെടുന്ന ശില്പം. വലിയൊരു പാറക്കെട്ടിന്റെ വശങ്ങളിൽ കൊത്തിവെച്ച റിലീഫ് വർക്കുകളാണ്. മഹാഭാരതത്തിലെ ഒരു കഥാസന്ദർഭമാണ് ഇതിലുള്ളത്. ശിവനെ പ്രീതിപ്പെടുത്താനായി കൊടും വനത്തിൽ അർജുനൻ ചെയ്യുന്ന തപസ്. ആ തപസ്സിനൊടുവിൽ അർജുനൻ പാശുപതാസ്ത്രം നേടുന്നതാണ് വിഷയം. തൊട്ടടുത്ത പാറയിലെ റിലീഫ് വർക്ക് ഭഗീരഥൻ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതിന്റെ ചിത്രീകരണമാണ്. 3 ലോകങ്ങളിലുമുള്ളവർ ഈ സംഭവങ്ങൾ വീക്ഷിക്കുന്ന വിധമാണ് ചിത്രീകരണം. അതിനോട് ചേർന്നു തന്നെ ഒരു ക്ഷേത്രമുണ്ട്. അൺഫിനിഷ്ഡ് റോക്ക് കട്ട് ടെമ്പിൾ എന്നാണ് അതറിയപ്പെടുന്നത്. ധാരാളം തൂണുകളോടുകൂടിയ ഒരു ക്ഷേത്രം. ഞാൻ അതിൻ്റെ അകത്തേക്ക് കയറി ചെന്നു. പല്ലവരുടെ കാലത്തു പണിത ഏറ്റവും വലിയ റോക്ക് കട്ട് ടെമ്പിളുകളിൽ ഒന്നാണിത്. 7-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്തായിരുന്നു ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം. പലയിടത്തു നിന്നും കല്ല് കൊണ്ടുവന്ന് പണിതതൊന്നുമല്ല. ഒറ്റപ്പാറയിൽ കൊത്തിയെടുത്തതാണ് ഇതെല്ലാം. അതിൽ തൂണുകളും ശില്പങ്ങളുമൊക്കെ സ്വാഭാവികതയോടെ പണിതുവച്ചിരിക്കുന്നു. പരമേശ്വരവർമ്മൻ 1 എന്ന രാജാവിന്റെ കാലത്താണ് ഈ ക്ഷേത്രം പണിയുന്നത്. പക്ഷേ എന്തോ കാരണത്താൽ ഇത് പൂർത്തിയായിട്ടില്ല. തൂണുകൾ മിനുക്കുന്നതിനു വേണ്ടിയോ അതിൽ ശില്പങ്ങൾ പണിയുന്നതിനു വേണ്ടിയോ പരുക്കനാക്കിയിട്ടിരിക്കുന്നു. 1300 വർഷം മുൻപ് ജീവിച്ച ശില്പികൾ ശേഷിപ്പിച്ച ഉളിപ്പാടുകൾ അവയിൽ കാണാം. നിലവും മിനുക്കിയിട്ടില്ല. ഭിത്തിയിൽ കള്ളികൾ കാണുന്നതിനർത്ഥം അവിടെ ശില്പങ്ങൾ കൊത്താൻ ഉദ്ദേശിച്ചിരുന്നു എന്നാണ്. ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി. ഈ പാറയുടെ മുകളിൽ പണ്ട് ഒരു ടാങ്ക് ഉണ്ടായിരുന്നത്രേ. അതിൽ നിന്ന് ഉത്സവനാളുകളിൽ ഈ വിടവിലൂടെ വെള്ളം തുറന്നുവിടും. ഗംഗ ഭൂമിയിലേക്ക് വന്നു പതിച്ചതിന്റെ പ്രതീകാത്മക അവതരണമായിരുന്നു അത്. മനുഷ്യരും ദേവതകളും അസുരന്മാരും വന്യമൃഗങ്ങളുമെല്ലാമുണ്ട് അർജുനാസ് പെനൻസ് എന്ന ഈ റിലീഫ് വർക്കിൽ. 6 മുതൽ 9 വരെയുള്ള നൂറ്റാണ്ടുകളിൽ പല്ലവ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു തുറമുഖ നഗരവും കലാകേന്ദ്രവുമായിരുന്നു മഹാബലിപുരം. ഗ്രീക്കുകാരും റോമാക്കാരുമൊക്കെ ഇവിടെ വാണിജ്യത്തിനെത്തിയിരുന്നു. കച്ചവടത്തേക്കാൾ കലാകേന്ദ്രം എന്നതായിരുന്നു മഹാബലിപുരത്തിന്റെ പ്രാധാന്യം. പുൽമേടുകളും നടപ്പാതകളുമൊക്കെയായി ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇതിനെ വൃത്തിയോടെ പരിപാലിക്കുന്നു. അതിനെ പ്രത്യേകം അഭിനന്ദിക്കാതെ തരമില്ല. അതിവിശാലമായ ഒരു പ്രദേശത്തൊന്നാകെ വ്യാപിച്ചു കിടക്കുകയാണ് പുരാവസ്തു കേന്ദ്രങ്ങൾ. ഇവിടെ ഒരു പാറയുടെ മുകളിൽ വലിയൊരു ഉരുളൻ കല്ല് നിൽക്കുന്നുണ്ട്. ആ നിൽപ്പ് കണ്ടാൽ അതിപ്പോൾ ഉരുണ്ട് താഴേക്ക് വരുമെന്ന് തോന്നും. കൃഷ്ണാസ് ബട്ടർ ബോൾ എന്നാണ് ഇതിന്റെ വിശേഷണം. പണ്ട് 7-ാം നൂറ്റാണ്ടിൽ നരസിംഹവർമ്മൻ രാജാവ് കുറെ ആളുകളെ കൊണ്ട് ആ കല്ല് ഉരുട്ടിമാറ്റാൻ ശ്രമിച്ച് പരാജയപ്പെടുകയാണുണ്ടായത്. അതുപോലുള്ള വമ്പൻ പാറകൾ ഇവിടെ പലതുണ്ട്. ബോൾഡേഴ്സ് എന്ന് പറയുന്ന ഉരുളൻ പാറകൾ. അതിൻ്റെയൊക്കെ ചുവട്ടിൽ ആളുകൾ ഇരിക്കുന്നു. മനോഹരമായ വിഷ്വൽസാണ് ഇതെല്ലാം സമ്മാനിക്കുന്നത്. പല്ലവ സാമ്രാജ്യം അസ്തമിച്ചില്ലായിരുന്നെങ്കിൽ ഈ പാറകളൊക്കെ രഥങ്ങളോ ക്ഷേത്രങ്ങളോ ആയി അവർ രൂപപ്പെടുത്തിയേനെ എന്ന് എനിക്ക് തോന്നി. നേരത്തെ കണ്ട പഞ്ചരഥങ്ങളും മറ്റും ഇത്തരം ഒറ്റക്കല്ലുകളിൽ കൊത്തിയെടുത്തതാണ്. പടുകൂറ്റൻ പാറകൾ. അതിനിടയ്ക്കുകൂടിയുള്ള വഴികളൊക്കെ രസകരമാണ്. അതിലൂടെയെല്ലാം ഞാൻ ചുറ്റി നടന്നു. കൃഷ്ണാസ് ബട്ടർബോളാണ് നേരെ മുന്നിൽ കാണുന്നത്. 1969-ൽ ഇന്ദിരാഗാന്ധിയാണ് അതിന് ആ പേരിട്ടത്. കുറേ നടക്കാനുണ്ട്. നല്ല വെയിലും ചൂടുമാണ്. ഏറ്റവും ചൂടുള്ള ജൂൺ മാസത്തിലാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. മെയ് ജൂൺ മാസങ്ങളിലാണല്ലോ തമിഴ്നാട്ടിൽ ഏറ്റവും ചൂട് അനുഭവപ്പെടുക. അങ്ങനെ നടന്നു ചെല്ലുമ്പോൾ മുന്നിൽ ഈ കാണുന്നത് ഗണേശരഥം എന്ന നിർമ്മിതിയാണ്. 28 അടിയുള്ള ഒറ്റപ്പാറയിൽ കൊത്തിയെടുത്ത ക്ഷേത്രം. മഹാബലിപുരത്തെ രഥങ്ങൾ എന്നറിയപ്പെടുന്ന നിർമ്മിതികളിൽ എല്ലാം തികഞ്ഞ രീതിയിൽ പണി പൂർത്തിയായത് ഇതൊന്നു മാത്രമാണ്. അതിന് തൊട്ടടുത്ത് തന്നെ ഇങ്ങനെയൊരു റോക്ക് കട്ട് ക്ഷേത്രമുണ്ട്. വരാഹ ക്ഷേത്രമാണ് ഇത്. നരസിംഹവർമ്മൻ രാജാവിന്റെ കാലത്ത് നിർമ്മിച്ച ക്ഷേത്രം. ചുവരുകളിൽ നിരവധി ശില്പങ്ങൾ.
വലിയൊരു പാറയുടെ ഒരു ഭാഗത്താണ് ക്ഷേത്രം കൊത്തിയെടുത്തിരിക്കുന്നത്. ഈ പാറയുടെ മറുഭാഗത്താണ് മുൻപേ കണ്ട അർജുനാസ് പെനൻസ് ഉൾപ്പെടെയുള്ള റിലീഫ് വർക്കുകൾ. ചുവരുകളിൽ ബാസ് റിലീഫ് എന്നറിയപ്പെടുന്ന ഉപരിതലത്തിൽ അല്പം പൊങ്ങി നിൽക്കുന്ന കൊത്തുപണി. വിഷ്ണുവും ഭൂമിദേവിയുമാണ് മിക്ക ശില്പങ്ങളിലെയും കഥാപാത്രങ്ങൾ. ഏതാണ്ടൊരു പൂർണ്ണതയുള്ള ക്ഷേത്രമാണിത്. അവിടെ നിന്ന് പുറത്തിറങ്ങി ഞങ്ങൾ ഓട്ടോയിൽ ചെന്ന് കയറി. രാമചന്ദ്രന്റെ ഓട്ടോ അപ്പോഴും കാത്തുകിടപ്പുണ്ടായിരുന്നു. ഇന്ന് 2 മണിക്കൂർ കൊണ്ട് ആർക്കിയോളജിക്കൽ സൈറ്റിലെ എല്ലാ കാഴ്ചകളിലേക്കും കൊണ്ടുപോകാമെന്നാണ് രാമചന്ദ്രൻ ഏറ്റിരിക്കുന്നത്. പോകുന്ന വഴിക്ക് വിൽപ്പനയ്ക്ക് വെച്ച ശില്പങ്ങളും ചെറു റെസ്റ്റോറന്റുകളും വഴിയോര കച്ചവടക്കാരെയും എല്ലാം കാണാം. മിക്കതും ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ടുള്ളതാണ്. അടുത്ത സ്ഥലത്ത് ഓട്ടോയിൽ നിന്നിറങ്ങിയപ്പോൾ ഒരാൾ കൗതുകമുള്ള ഒരു വസ്തുവുമായി വന്നു. കല്ലിൽ കൊത്തിയ ദശാവതാര ശില്പം. അതിനെല്ലാം കൂടി 750 രൂപ വില പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ പേര് നാഥൻ എന്നാണ്. സന്ദർശകർക്ക് ചെറു ശില്പങ്ങളും മറ്റും വിൽക്കലാണ് ഉപജീവനമാർഗം. 750 all. ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാന ക്ഷേത്രത്തിലേക്കാണ്, ഷോർ ടെമ്പിളിലേക്ക്. വിദേശ ടൂറിസ്റ്റുകളും ഇവിടെ വരുന്നുണ്ട്. ഒക്ടോബർ മുതൽ ജനുവരി വരെയുള്ള സീസണിലാണ് വിദേശികൾ ധാരാളമായി ഇവിടെ എത്തുക. അങ്ങകലെ ആ കാണുന്നതാണ് ഷോർ ടെമ്പിൾ, കടൽ തീരത്തെ ക്ഷേത്രം. അതിന്റെ പരിസരമൊക്കെ വളരെ വൃത്തിയോടെയും ഭംഗിയോടെയും സംരക്ഷിച്ചിരിക്കുന്നു. നടന്ന് ഷോർ ടെമ്പിളിനടുത്തേക്കെത്തി. ക്ഷേത്രത്തിനു ചുറ്റുമായി പല പല കൽത്തറകൾ. ഈ തീരത്തു നിന്ന് തന്നെ വെട്ടിയെടുത്ത കല്ലുകൊണ്ട് പണിതതാണ് ക്ഷേത്രവും ശില്പങ്ങളും മതിലുകളുമെല്ലാം. പ്രധാന മതിലിന്റെ മുകളിൽ അനേകം നന്ദി ശില്പങ്ങൾ. നല്ലൊരു കാഴ്ച തന്നെയാണത്. 8-ാം നൂറ്റാണ്ടിൽ നരസിംഹവർമ്മൻ രണ്ടാമൻ എന്ന പല്ലവ രാജാവിന്റെ കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും ആദ്യം നിർമ്മിതമായ പൂർണ്ണതയുള്ള ശിലാക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഇത്. പല്ലവ വാസ്തുവിദ്യയും അവരുടെ കലാപരവും സാംസ്കാരികവുമായ ഔന്നത്യവും വ്യക്തമാക്കിത്തരുന്ന ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ വടക്കുവശത്ത് ഇങ്ങനെ കുളം പോലുള്ളൊരു ഭാഗമുണ്ട്. ശരിക്കും ഇത് കുളമല്ല, ചെറിയൊരു കോവിലാണ്. വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പില്ലർ ടെമ്പിളാണ് മധ്യത്തിൽ. മഴക്കാലത്ത് അതിന്റെ മകുടം മാത്രം പുറത്തു കാണും വിധമാണ് നിർമ്മാണം. ഒരു ഭാഗത്ത് വരാഹാവതാരത്തിന്റെ ഒരു ശില്പം. നടുവിൽ ഒരു നീരുറവയുണ്ട്. നീരുറവയ്ക്ക് ചുറ്റുമുള്ള കല്ലിന്റെ ആകൃതി വെച്ച് അവിടെ ഒരു ശിവലിംഗമുണ്ടായിരുന്നതായും നിഗമനമുണ്ട്. മഹാബലിപുരം എന്ന് പറയുമ്പോൾ അതിന്റെ ഐക്കണായി നമ്മൾ കാണുന്നത് ഈ ക്ഷേത്രമാണ്. ശിവക്ഷേത്രമായിരുന്നു ഇത്. ഒരു ശിവലിംഗമായിരുന്നു ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. വലിയ കരിങ്കിൽ ബ്ലോക്കുകൾ അടുക്കിയാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം. ആദ്യം കല്ലുകൾ അടുക്കിയ ശേഷം അതിൽ ശില്പങ്ങളും അലങ്കാരങ്ങളും മറ്റും കൊത്തിയുണ്ടാക്കുകയായിരുന്നു. നൂറ്റാണ്ടുകളായി ഉപ്പുകാറ്റേറ്റ് ശിലകൾ പലയിടത്തും ദ്രവിച്ചു പോയിരിക്കുന്നു. വലിയൊരു ക്ഷേത്രം തന്നെയാണിത്. ക്ഷേത്രം ഇവിടെ പണിയുന്ന കാലത്ത് മഹാബലിപുരം വലിയൊരു തുറമുഖമായിരുന്നു. അതിലൂടെ പല്ലവ സാമ്രാജ്യത്തിനുണ്ടായ സമ്പത്തിന്റെ തെളിവ് കൂടിയാണ് ഈ ക്ഷേത്രം. നന്ദി പ്രതിമകളുടെ വലിയ നിര. പല ലെയറുകളായി മതിലുകളും മുറ്റങ്ങളും ഉണ്ടായിരുന്നു ക്ഷേത്രത്തിന്. പുറം നാടുകളിൽ നിന്നും തുറമുഖത്തെത്തുന്നവർ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ അവർ നിശ്ചിത അകലം പാലിക്കാനാണ് ഇങ്ങനെ പല മതിലുകൾ പണിതതെന്നാണ് കരുതപ്പെടുന്നത്. വിശ്വസഞ്ചാരിയായ മാർക്കോ പോളോ ഇവിടം സന്ദർശിച്ചിട്ടുണ്ടെന്ന് പല ഗവേഷകരും ചൂണ്ടിക്കാണിക്കുന്നു. അദ്ദേഹം ദക്ഷിണേന്ത്യയിൽ കണ്ടതായി വിവരിക്കുന്ന 7 പഗോഡകളിൽ ഒന്ന് ഇതാണത്രേ. 8-ാം നൂറ്റാണ്ടായപ്പോഴേക്കും പല്ലവ രാജവംശം അതിന്റെ ഉന്നതിയിൽ എത്തിയിരുന്നു. ദ്രാവിഡ വാസ്തുകലയെ അവർ വലിയ രീതിയിൽ വളർത്തുകയും ചെയ്തു. തനത് ദ്രാവിഡ വാസ്തുവിദ്യയുടെ അടിസ്ഥാനം നിർമ്മിച്ചവരെന്നാണല്ലോ പല്ലവർ അറിയപ്പെടുന്നത് തന്നെ. വാസ്തുവിദ്യയിൽ മാത്രമല്ല, ഭരണരംഗത്തും പല പരീക്ഷണങ്ങളും നടത്തിയിരുന്നവരായിരുന്നു പല്ലവർ. രാജാവ് ഭരണകാര്യങ്ങൾ പല സഭകൾക്കും അവയുടെ ഉപസമിതികൾക്കും വിഭജിച്ചു നൽകിയിരുന്നു എന്നതാണ് അതിൽ പ്രധാന കാര്യം. ക്ഷേത്രങ്ങളുടെ പരിപാലനം, ജലസേചനം, കൃഷി, പാതകളുടെ നിർമ്മാണം എന്നിവയൊക്കെ നിർവഹിച്ചിരുന്നത് സഭയും ഉപസമിതികളുമാണ്. ഊര് എന്നറിയപ്പെട്ട ഗ്രാമസഭകൾ, നഗരമെന്ന് വിളിച്ചിരുന്ന കച്ചവടക്കാരുടെ സമിതികൾ എന്നിവയെല്ലാം അന്നുണ്ടായിരുന്നു. തുറമുഖത്തെത്തുന്ന ഉൽപ്പന്നങ്ങളുടെ കച്ചവടം ഈ ക്ഷേത്രത്തിന്റെ പരിസരത്താണ് നടന്നിരുന്നത്.
കടൽ വഴി എത്തുന്ന സമ്പത്തിന്റെ ഒരു ഭാഗം അന്ന് ക്ഷേത്രത്തിലും അർപ്പിച്ചിരുന്നു. കടൽ തീരത്താണ് ക്ഷേത്രം. ഇങ്ങനെ കാണുമ്പോൾ നമുക്കത് വ്യക്തമാകുന്നില്ലെന്നേയുള്ളൂ. ബംഗാൾ ഉൾക്കടലിന്റെ തീരമാണ്. ഇവിടെയും വലിയ പാറകൾ കാണാം. തീരത്ത് മത്സ്യബന്ധന വള്ളങ്ങൾ. മഹാബലിപുരം പട്ടണമാണ് അങ്ങേയറ്റത്ത്. ഇവിടെ വേലിക്കെട്ടിന് പുറത്ത് കുറേ സ്ത്രീകൾ മാമ്പഴവും തണ്ണിമത്തനും കുക്കുംബറുമൊക്കെ വിൽക്കുന്നുണ്ട്. വേലിക്കെട്ടിനിപ്പുറം കയറി ഇതൊന്നും വിൽക്കാൻ പാടില്ല. ഇതാണ് മറ്റൊരു കച്ചവടം. പലതരം മാലകൾ, മറ്റാഭരണങ്ങൾ. ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ളതാണ്. കൂളിംഗ് ഗ്ലാസ്, തൊപ്പി എന്നിങ്ങനെ ഏത് ടൂറിസ്റ്റ് കേന്ദ്രത്തിലുമുള്ള വിൽപ്പന വസ്തുക്കൾ. മതിൽക്കെട്ടിന് പുറത്താണ് വിൽപ്പന എന്നു മാത്രം. ക്ഷേത്രക്കുളമാണിത്. അത് ക്ഷേത്രത്തിൽ നിന്ന് കുറച്ചകലെയാണ്. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകമനേകം കാഴ്ചകൾ. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പുറപ്പെടുകയായി. നമ്മുടെ ഡ്രൈവർ യുവരാജിന് വിശപ്പ് തുടങ്ങി. അതുകൊണ്ടാവാം മൗനിയാണ്. ഭക്ഷണം കഴിച്ചിട്ടാവാം അടുത്ത പരിപാടിയെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. 2 മണിയാകാറായി സമയം. നല്ല ചൂട്. ആരും തളർന്നു പോകുന്ന വെയിലാണ്. നല്ല റെസ്റ്റോറന്റുകൾ അധികമൊന്നും കണ്ടില്ല. വഴിയരികിൽ കണ്ടതിൽ ഏറ്റവും ഭേദപ്പെട്ട ഒരു റെസ്റ്റോറന്റിൽ കയറി. താലി മീൽസാണ് വന്നത്. തമിഴ് ഊണ്. വെള്ളരിച്ചോറാണ്. അതെനിക്ക് അത്ര ഇഷ്ടമല്ല. എന്നാലും കഴിച്ചു. കടൽ തീരമായതുകൊണ്ട് നല്ല മീൻ കിട്ടും. വലിയ മീനാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ഒരു മീൻ മതിയെന്നു പറഞ്ഞു. താലി മീൽസ് കഴിച്ചു. അപ്പുറത്തെ ടേബിളിലിരുന്ന് യുവരാജും യഥേഷ്ടം കഴിച്ചു. പിന്നെ കാറിൽ ചെന്ന് കയറി. ഞങ്ങൾക്കിനി പോകേണ്ടത് ശിലയിൽ ശില്പങ്ങൾ കൊത്തുന്ന ഇവിടുത്തെ ആളുകളെ കാണാനാണ്. റെസ്റ്റോറന്റിലെ സെക്യൂരിറ്റിക്കാരൻ തന്നെ ഇവിടുത്തെ 1-2 സ്ഥാപനങ്ങളുടെ പേരൊക്കെ പറഞ്ഞു. അങ്ങനെ സെക്യൂരിറ്റിക്കാരൻ തന്ന അഡ്രസ്സിൽ ഞങ്ങൾ പോവുകയാണ്. ഞാൻ നേരത്തെ സന്ദർശിച്ച 5 രഥാസ് കോംപ്ലക്സ് ആണിത്. ആ ക്ഷേത്ര കോംപ്ലക്സ് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് ചെല്ലുമ്പോൾ റോഡരികിൽ മുഴുവൻ വിഗ്രഹങ്ങളുടെ നിരയാണ്. കർണാടകയിലെയോ ആന്ധ്രാപ്രദേശിലെയോ തമിഴ്നാട്ടിലെ തന്നെയോ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലേക്ക് പോകാനുള്ളതാണ് ഇതൊക്കെ. പല പല ശില്പനിർമ്മാണ കേന്ദ്രങ്ങളുണ്ടിവിടെ. ശില്പങ്ങളും ക്ഷേത്രത്തൂണുകളും പടിക്കെട്ടുകളുമൊക്കെ പണിയുന്ന തൊഴിൽശാലകൾ. പണി പൂർത്തിയായ ഇങ്ങനെയുള്ള ശില്പങ്ങളുണ്ട്. പാതി പണിതവയുണ്ട്. ഇനി ഓർഡർ കിട്ടിക്കഴിഞ്ഞിട്ട് ബാക്കി പണിയാൻ വെച്ചവയുണ്ട്. വലിയ കല്ലുകളിൽ വിഗ്രഹങ്ങൾ രൂപം കൊണ്ടുവരുന്ന കാഴ്ച കാണാം. ഇതൊക്കെ പകുതി കൊത്തിയവയാണ്. അതിൻ്റെ ഒരു ഷേപ്പായി ഫിനിഷ് ചെയ്തു വരുന്നതേയുള്ളൂ. അങ്ങനെ പല രൂപത്തിലുള്ള ശില്പങ്ങളുണ്ട്. ചിലതിൻ്റെ പണി ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു. പണി പൂർത്തിയായ നിരവധി ശില്പങ്ങൾ പണിശാലകൾക്ക് പുറത്ത് നിരത്തിവച്ചിരിക്കുന്നു. ഇതിനൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട്. 2 ലക്ഷം രൂപ മുതൽ 20-30 ലക്ഷം രൂപ വരെ വിലയുള്ള ശിലാവിഗ്രഹങ്ങൾ ഇവിടെ രൂപം കൊള്ളുന്നു. ഒറ്റക്കല്ലിൽ കൊത്തിയ തുളസിത്തറകൾ. തൂണുകളുടെ അടിവശം. ക്ഷേത്രത്തിലെ മണ്ഡപങ്ങൾക്കുള്ള തൂണുകളാണ് ഈ കൊത്തുന്നത്. പല കഷ്ണങ്ങളായിട്ടാണ് തൂണുകൾ പണിയുക. പണ്ട് ഇത്തരം കൊത്തുപണികൾ ഉളികൊണ്ടായിരുന്നെങ്കിൽ ഇന്ന് വലിയൊരു ശതമാനവും ഇലക്ട്രിക് കട്ടറുകൾ കൊണ്ടാണ്. പഴയ കല്ലുളികൾക്ക് പകരം വലിയൊരു ജോലി ഇപ്പോൾ ചെയ്യുന്നത് കട്ടറുകൊണ്ടാണ്. ധാരാളം ചെറുപ്പക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുക വലിയ ബുദ്ധിമുട്ടാണ്. കല്ലിന്റെ പൊടി എങ്ങനെ പറക്കുന്നു. ആളുകൾ മുണ്ടുകൊണ്ട് തലയും മുഖവുമൊക്കെ മറച്ചാണ് പണിയെടുക്കുന്നത്. 7-ാം നൂറ്റാണ്ടിൽ പല്ലവ രാജവംശകാലത്ത് ആരംഭിച്ചതാണല്ലോ മഹാബലിപുരത്തെ ശില്പങ്ങളുടെ പെരുമ. 1500 മുതൽ 2000 വരെ ആളുകൾ ഇപ്പോൾ ഇവിടെ ശില്പനിർമ്മാണ ജോലികളിൽ നേരിട്ട് ഏർപ്പെടുന്നുണ്ട്. 60-ലേറെ വൻകിട ശില്പനിർമ്മാണശാലകളും ഇവിടെയുണ്ട്. തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെയൊക്കെ മിക്കവാറും ക്ഷേത്രങ്ങളിലേക്കുള്ള വിഗ്രഹങ്ങൾ ഇവിടെ നിന്നാണ് പോവുക. അതുമാത്രമല്ല,
ക്ഷേത്രങ്ങൾ പണിയുന്നതിന്റെ ഉത്തരവും മേൽക്കൂരയ്ക്ക് വേണ്ട ബ്ലോക്കുകളും തൂണുകളുമൊക്കെ ഇവിടെ കൊത്തുന്നുണ്ട്. അതിൽ വളഞ്ഞുപുളഞ്ഞുള്ള വള്ളികളും പുഷ്പങ്ങളും പോലുള്ളവയാണ് ഉളികൊണ്ട് കൊത്തുന്നത്. കുറേ സമയമെടുക്കുന്ന പണി തന്നെയാണ് ഇത്. പെൻസിൽ കൊണ്ടോ ബ്രഷ് കൊണ്ടോ ആദ്യം വരച്ചിട്ട് അതിൽ കൊത്തിയെടുക്കുകയാണ്. അപാരമായ ക്ഷമ വേണ്ട ജോലി തന്നെയാണിത്. പക്ഷേ അതിന് തക്ക പ്രതിഫലവും കിട്ടും. ഇത്തരം പണിശാലകളിലൊന്നിലാണ് ജയിലർ എന്ന സിനിമയുടെ ചില സ്റ്റണ്ട് രംഗങ്ങൾ ഷൂട്ട് ചെയ്തത്. വിനായകൻ അഭിനയിച്ച ഒരു ഭാഗമൊക്കെയുണ്ട് അതിൽ. ഇവിടെയാണ് അത് ഷൂട്ട് ചെയ്തതെന്ന് ഇവിടുത്തെ ജോലിക്കാർ പറഞ്ഞു. മഹാബലിപുരം പട്ടണത്തിൽ മാത്രമല്ല, പരിസരത്തെ ഗ്രാമങ്ങളിലും പണിശാലകളുണ്ട്. ഇവരൊന്നും പരമ്പരാഗതമായി ഈ ജോലി പഠിച്ചവരാകണമെന്നില്ല. മഹാബലിപുരത്ത് തമിഴ്നാട് സർക്കാരിന്റെ ഒരു സ്കൾപ്ചർ കോളേജുണ്ട്, ഗവൺമെന്റ് കോളേജ് ഓഫ് ആർക്കിടെക്ചർ ആൻഡ് സ്കൾപ്ചർ. അവിടുത്തെ വിദ്യാർത്ഥികൾ ഇന്റേൺഷിപ്പിനെത്തുന്നത് ഇത്തരം പണിശാലകളിലാണ്. അവിടെ നിന്ന് പഠിച്ചിറങ്ങിയവരും ഇവിടെ ധാരാളമായി ശില്പനിർമ്മാണ ജോലികൾ ചെയ്യുന്നുണ്ട്. ഇതുപോലെ മണ്ഡപങ്ങളും ഇവിടെയുണ്ട്. ഒരു ഗണേശ വിഗ്രഹമാണ് മണ്ഡപത്തിലിരിക്കുന്നത്. ഇത്തരം മണ്ഡപങ്ങൾക്ക് 8 മുതൽ 12 ലക്ഷം വരെ വില വരും. പണി പൂർത്തിയായ നിരവധി ശില്പങ്ങൾ. വലിയൊരു വിഷ്ണു ശില്പമാണിത്. ദേവീദേവന്മാരും ദ്വാരപാലകരുമൊക്കെയുണ്ട്. ബുദ്ധന്റെ പല പോസിലുള്ള പ്രതിമകൾ. ശയനബുദ്ധന്മാർ പല വലിപ്പത്തിൽ. ധ്യാനത്തിലിരിക്കുന്ന ബുദ്ധൻ. പൂർണ്ണതയുള്ള ചെറു കൽമണ്ഡപങ്ങൾ. ഹനുമാന്റെ വലിയൊരു ശില്പം പണി പകുതിയായിരിക്കുന്നു. ടൺ കണക്കിന് ഭാരമുള്ളവയാണ് ഇവയൊക്കെ. പലയിടത്തും വലിയ ശിലാഖണ്ഡങ്ങൾ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. പല വലിപ്പത്തിലുള്ള മണ്ഡപങ്ങൾ. സെന്നി പോയി ഒരു മണ്ഡപത്തിന്റെ വില ചോദിച്ചു. ഇതിന് 8.5 ലക്ഷം രൂപയാണ് വില പറഞ്ഞത്. ഇത് പൊളിച്ച് പല ബ്ലോക്കുകളായാണ് ലോഡ് ചെയ്യുക. നമ്മൾ പറയുന്നിടത്ത് അത് കൊണ്ടുവന്ന് തരും. ട്രാൻസ്പോർട്ടേഷൻ കൂലിയും ലോഡിംഗ് അൺലോഡിംഗ് കൂലിയും വേറെ. ഇറക്കുകയും കയറ്റുകയും ചെയ്യണമെങ്കിൽ വലിയ ക്രെയിൻ തന്നെ വേണമല്ലോ. ഇതുപോലെയാണ് ക്വാറിയിൽ നിന്ന് കല്ല് കൊണ്ടുവന്നിറക്കുന്നത്. അത്തരത്തിലൊരു കല്ലിനെയാണ് ഈ കിടക്കുന്ന രൂപത്തിലേക്കാക്കുന്നത്. ഇങ്ങനെയാണ് കട്ടിംഗ്. പ്രധാന ആശാന്മാർ ശില്പത്തിന്റെ ഒരു ഷേപ്പ് ഒപ്പിച്ചു കൊടുക്കും. നിൽക്കുന്ന വിഗ്രഹമാണെങ്കിൽ അതിന് എത്ര അടി ഉയരം വരും, എത്ര വണ്ണം വരും എന്നൊക്കെ തീരുമാനിച്ച് ആവശ്യമില്ലാത്തത് ആദ്യം കട്ട് ചെയ്ത് കളയും. നല്ല ചതുരക്കട്ട പോലെ ഗ്രാനൈറ്റ് കട്ട് ചെയ്യുന്ന ക്വാറികളിൽ നിന്ന് കൊണ്ടുവരുന്ന കല്ലുകളുമുണ്ട്. അതൊക്കെ കൃത്യമായി കട്ട് ചെയ്താണ് ഇവിടെ കൊണ്ടുവന്നിറക്കുക. ക്ഷേത്രത്തിനുള്ള തൂണുകളുടെ പണിയാണ് ഇവിടെ നടക്കുന്നത്. വമ്പൻ ഗണേശ വിഗ്രഹങ്ങളും കാണാം. ബുദ്ധന്റെ മനോഹരമായ ഒരു ശില്പം, ഒരു റിലീഫ് വർക്ക് പോലെ. ഒരു കാഴ്ച തന്നെയാണിത്. കുറേ സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. കേരളത്തിലും ആർക്കെങ്കിലും ഇത്തരം സാധനങ്ങൾ ആവശ്യമെങ്കിൽ ഇവിടെ നിന്നും വാങ്ങാം. വീടിനെ അലങ്കരിക്കാനോ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനോ റിസോർട്ടുകളെയും ഹോട്ടലുകളെയും മനോഹരമാക്കാനോ ഇത് കൊണ്ടുപോകാം. നല്ല ശില്പങ്ങളുണ്ട് ഇവിടെ. വളരെ സൂക്ഷ്മമായി പണിയെടുക്കുന്ന ആളുകൾ. ധ്യാനത്തിലെന്നോണമാണ് ജോലി. അവരുടെ ഈ ജോലി കാണുമ്പോൾ എത്രയോ ദിവസമെടുത്തിട്ടായിരിക്കും ഇത് തീരുകയെന്ന് നമുക്ക് തോന്നും. ഒരു വിഗ്രഹം പൂർത്തിയാവാൻ ചിലപ്പോൾ 2-3 മാസമെടുക്കും. ഇവിടെ ഗണേശന്റെ ഒരു പ്രതിമയുടെ പഫിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ദേവതകൾ പലതും പണി പൂർത്തിയായി വരുന്നു. ഈ ഹനുമാൻ പ്രതിമയിൽ ഇനിയും ദിവസങ്ങളുടെ ജോലി ബാക്കിയുണ്ട്. പണി പാതിവഴിയിലായ ശില്പങ്ങൾ പറമ്പിലങ്ങനെ ചിതറിക്കിടക്കുന്നു. അവിടെ നിന്ന് ഞങ്ങൾക്ക് യാത്ര തുടരേണ്ട സമയമായി. ഇനി നേരെ ചെന്നൈ നഗരത്തിലേക്കാണ് പോകുന്നത്. യുവരാജിന് ഞാൻ ഈ ചെയ്യുന്ന ജോലിയിലൊന്നും വലിയ താല്പര്യമില്ല. ഒരു പണി തീർക്കുന്നത് പോലെയാണ് ചങ്ങാതിയുടെ ഡ്രൈവിംഗ്. സെന്നി 10-30 വർഷമായി ചെന്നൈയിലുള്ളയാളാണ്. അതുകൊണ്ട് എനിക്ക് വളരെ സഹായകമായി. ഞങ്ങൾ ഓൾഡ് മഹാബലിപുരം റോഡിലേക്ക് ചെന്നുകയറി. രാജീവ് ഗാന്ധി ശാലൈ എന്നും ഈ റോഡ് അറിയപ്പെടുന്നുണ്ട്. അതിനു മുകളിൽ കൂടി മെട്രോ റെയിലിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പാതയുടെ ഇരുവശവും ധാരാളം IT സ്ഥാപനങ്ങളുണ്ട്. ഈ കാണുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രസ്സും അവരുടെ ഓഫീസുമാണ്. ഇതാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ചെന്നൈയിലെ ഓഫീസ്.
കൂടുതലും വമ്പൻ IT സ്ഥാപനങ്ങളാണ് രാജീവ് ഗാന്ധി ശാലയുടെ രണ്ടു വശങ്ങളിലുമുള്ളത്. ഇൻഫോസിസ് പോലുള്ള സ്ഥാപനങ്ങൾ. നേരെ മുന്നിൽ കാണുന്ന ആ ഓറഞ്ച് നിറമുള്ള കെട്ടിടം ഇവിടുത്തെ ആക്സെഞ്ചർ എന്ന IT കമ്പനിയുടേതാണ്. ടെക്കി പാർക്ക് എന്ന IT പാർക്ക് ഇടതുവശത്ത്. അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ. ഇടതുഭാഗത്ത് ആ കാണുന്നത് പ്രസ്റ്റീജ് സൈബർ ടവർ എന്ന കെട്ടിടമാണ്. അതിനകത്തെല്ലാം നിരവധി IT കമ്പനികൾ പ്രവർത്തിക്കുന്നു. IT പാർക്കുകൾ എന്ന് തന്നെ അവയെ വിശേഷിപ്പിക്കാം. രാജീവ് ഗാന്ധി ശാലയിൽ രണ്ടു വശത്തും IT കമ്പനികളുടെ കാഴ്ച തന്നെ. പുറവങ്കരയുടെ ഒരു IT പാർക്കാണ് വലതുവശത്ത് കാണുന്നത്. ബാംഗ്ലൂരും പൂനെയും കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ IT കേന്ദ്രമാണ് ചെന്നൈ. ഇടതുവശത്ത് കാണുന്നതൊക്കെ അത്തരം കേന്ദ്രങ്ങളാണ്. ആ പാതയിലൂടെ ചെന്നൈയുടെ പുതിയ കാലവും പഴയ കാലവുമൊക്കെ കണ്ടുകൊണ്ട് ഞാൻ സഞ്ചാരം തുടർന്നു.